ഹായ് ഫ്രണ്ട്സ്, പലരുടെയും ഒരു സംശയമാണ് പ്രമേഹത്തിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ. ആദ്യമായിട്ട് ഷുഗർ നോക്കുന്നു, ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലാണ്, പ്രമേഹമാണല്ലോ, അപ്പോൾ ഒന്ന് ഡോക്ടറെ പോയി കാണിക്കുന്നു. മരുന്ന് കഴിക്കാതെ ഷുഗർ കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് ദിവസത്തേക്ക് കടിച്ചു പിടിച്ച് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് നടന്ന് 1-2 ആഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു ലാബിൽ പോയി ഷുഗർ നോക്കും. ആദ്യം 200-300 ഉണ്ടായിരുന്ന ഷുഗർ ഈ പദ്യവും അതുപോലെ പട്ടിണിയും ഒക്കെ കൊണ്ട് ഒരു 100-120 ആകുന്നു. അതോടെ ഷുഗർ എല്ലാം മാറിയല്ലോ, ഇനി ഷുഗർ നോക്കുന്ന പരിപാടിയേ ഇല്ല. പിന്നെ എന്തെങ്കിലും രോഗമായിട്ട് ഒരു കാലില് ഉണങ്ങാത്ത മുറിവ് വരികയോ ഒരു ഹാർട്ട് അറ്റാക്ക് വരികയോ ചെയ്യുമ്പോഴായിരിക്കും വീണ്ടും ഷുഗർ നോക്കുന്നത്. അപ്പോഴത്തേക്കും ഷുഗർ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഷുഗറിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ഷുഗർ എന്ന് പറയുന്നത് വെറും ബ്ലഡിലെ ഒരു പഞ്ചസാര കൂടുന്ന ഒരു രോഗമല്ല. അതായത് പ്രമേഹം എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ പഞ്ചസാര കൂടുന്നു, യൂറിനിൽ ഷുഗർ വരുന്നു, ഇത് മാത്രമല്ല, ശരീരത്തെ മൊത്തം ബാധിക്കുന്ന, ശരീരത്തിലെ കെമിക്കൽ പ്രോസസ്സിനെയും മെറ്റബോളിസത്തെയും മൊത്തം ബാധിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് മെലൈറ്റസ് അഥവാ പ്രമേഹ രോഗം. ഈ പ്രമേഹ രോഗം ശരീരത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഏറ്റവും പ്രധാനം ഹൃദയത്തെ ബാധിക്കുകയും അത് കാരണം ഹൃദയാഘാതം, അതുപോലെ ഹൃദയത്തിലെ രക്തക്കുഴലുകളിലെ ബ്ലോക്ക്, ഹൃദയത്തിന്റെ പമ്പിങ് കുറവ്, ഹൃദയാഘാതം മൂലമുള്ള മരണം, ഇത്രയും കോംപ്ലിക്കേഷൻസ് പ്രമേഹം മൂലമുണ്ടാകാം. അതുപോലെ തലച്ചോറിനെ ബാധിച്ച് സ്ട്രോക്ക് ഉണ്ടാക്കാം. അതുപോലെ ഒരു സീരിയസ് ആയ പ്രോബ്ലമാണ് വൃക്കകളെ ബാധിച്ച് വൃക്കകളുടെ പ്രവർത്തനം കുറയുകയും പലപ്പോഴും നെഫ്രോപ്പതി എന്ന് പറയുന്ന രോഗം കൂടിയിട്ട് ഡയാലിസിസ് വരെ ആയിത്തീരാം. ഇനി മറ്റു ചിലർക്കാകട്ടെ കാലിലെയും മറ്റും രക്തയോട്ടം കുറഞ്ഞ് ഉണങ്ങാത്ത മുറിവുകളായി അവസാനം കാല് പോലും മുറിച്ചു കയറേണ്ടതായിട്ട് വന്നേക്കാം. കണ്ണുകളുടെ കാഴ്ചയെ ബാധിക്കാം, കണ്ണുകളുടെ കാഴ്ച പോയിട്ട് അന്ധത ബാധിക്കാം. അതുകൊണ്ട് ഈ പ്രമേഹം എന്ന് പറയുന്നത് ശരീരത്തിലെ ഒട്ടനവധി അവയവങ്ങളെല്ലാം ബാധിച്ച് മരണം വരെ ഉണ്ടാക്കിയേക്കാവുന്ന രോഗമാണ്. അതുകൊണ്ട് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ മരുന്ന് കഴിക്കണം. അത് മാത്രമല്ല, പ്രമേഹം മൂലമുള്ള കോംപ്ലിക്കേഷൻസും സങ്കീർണതകളും അവോയ്ഡ് ചെയ്യാൻ പ്രമേഹത്തിന് മരുന്ന് കഴിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൃദയത്തെ ബാധിക്കുന്ന പ്രമേഹം മൂലമുള്ള രോഗങ്ങളാണ്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനാണ്. ഭാവിയിൽ പ്രമേഹം മൂലം ഹൃദ്രോഗമോ ഹൃദയാഘാതവും വരാതിരിക്കാനാണ്. പ്രമേഹത്തിന് അത്തരത്തിലുള്ള മരുന്നുകളാണ്, അതായത് ഹൃദ്രോഗം തടയുന്ന രീതിയിലുള്ള മരുന്നുകളാണ് പലപ്പോഴും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. ഈ ഷുഗർ കുറയ്ക്കുന്നതിനൊപ്പം ഈ പ്രമേഹത്തിന്റെ പല മരുന്നുകളും ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കുന്നു. ഭാവിയിൽ ബ്ലോക്ക് വരാനും ഹൃദയാഘാതം വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. അതുപോലെ ഈ പ്രമേഹത്തിലെ ഹൃദ്രോഗ സാധ്യതയും കോംപ്ലിക്കേഷൻസും പ്രമേഹത്തെ മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊളസ്ട്രോള് അതിനോടൊപ്പം കൂടിക്കഴിഞ്ഞാലോ രക്താതിസമ്മർദ്ദം അതോടൊപ്പം വർദ്ധിക്കുകയോ ചെയ്താലോ ഇവയെല്ലാം തന്നെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രമേഹ ചികിത്സയിലെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കുക എന്നുള്ളതല്ല, മരുന്നുകൾ തന്ന് ഷുഗർ കുറയ്ക്കുന്നതിനൊപ്പം പ്രമേഹം കാരണമുള്ള ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക, പ്രമേഹം കാരണം ഹൃദയാഘാതം വരാതെ നോക്കുക എന്നുള്ളത് കൂടെയാണ്. ഇതോടൊപ്പം തന്നെ ഈ പ്രമേഹ രോഗം ഉള്ള ആൾക്കാർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ഇവർക്ക് ഹൃദ്രോഗം ഉണ്ടോ എന്നുള്ള പരിശോധന നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ പ്രമേഹമുണ്ടോ, ഡയബറ്റിസ് ഉണ്ടെന്നിരിക്കട്ടെ, ഇടയ്ക്ക് ഹൃദ്രോഗം ഉണ്ടോ, അല്ലെങ്കിൽ ECGയിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടോ, ബ്ലോക്കുകളുടെ വല്ല ലക്ഷണമുണ്ടോ എന്നുകൂടെ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ള ആൾക്കാർ ഇടയ്ക്ക് ഡോക്ടറെ കണ്ട് ഒരു ഹാർട്ടിന്റെ ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. എസ്പെഷ്യലി വളരെ നാളായിട്ട് പ്രമേഹ രോഗം ഉള്ള ആൾക്കാരാന്നിരിക്കട്ടെ, അതുപോലെ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗവും പ്രമേഹമുള്ള ആൾക്കാർ, അതുപോലെ 40-50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ, ഇത്തരക്കാര് പ്രമേഹമുണ്ടെങ്കിൽ ഹൃദ്രോഗ സാധ്യത പരിശോധിക്കേണ്ടതാണ്. അത് ഡോക്ടർമാരെ കണ്ട് ഒരു ഷുഗർ നോക്കുന്നതിനൊപ്പം കൊളസ്ട്രോൾ പോലുള്ള ഘടകങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ ECG പോലുള്ള പരിശോധനകൾ ചെയ്യുക, ആവശ്യമാണെങ്കിൽ ട്രെഡ്മിൽ പോലുള്ള പരിശോധന ചെയ്യുക. ഇനി മറ്റു ചില കേസുകളാകട്ടെ ഡോക്ടർ നിർണ്ണയിക്കുകയാണ് ഈ പ്രമേഹ രോഗിക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹാർട്ടിന്റെ കൊറോണറി CT സ്കാൻ ചെയ്ത് നോക്കുക. അതല്ല ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ചെറിയ സംശയങ്ങൾ ഉണ്ട്, ചെറിയ രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ നിർദ്ദേശിക്കുകയാണെങ്കിൽ പലപ്പോഴും ആൻജിയോഗ്രാം പരിശോധന പോലും ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് ഈ പ്രമേഹത്തെ വെറുതെ ഒരു ബ്ലഡിലെ ഷുഗർ കൂടുന്ന രോഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇന്ന് പ്രമേഹമുണ്ടെങ്കിൽ നാളെ ഹൃദ്രോഗം വരാതെ നോക്കുക, ഇന്ന് തൊട്ടേ ഹൃദ്രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്.
കാരണം ഒരു പ്രമേഹം വന്ന ഒരാൾക്ക് സാധാരണ ഒരാളെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത 2 മുതൽ 4 ഇരട്ടി വരെയാണ് എന്നാണ് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റ് രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളും പ്രമേഹം കാരണം വരാം. അത് സ്ട്രോക്ക് ആയിക്കോട്ടെ, കാലിലെ രക്തയോട്ടക്കുറവെന്ന് കാല് മുറിച്ചു കയറേണ്ട അവസ്ഥ പോലും വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രമേഹം എന്ന് പറയുന്നത് രക്തക്കുഴലുകളെ ബാധിക്കുന്ന, ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന, ബ്ലഡിലെ ഷുഗർ കൂടുന്ന ഒരു രോഗം മാത്രമാണ്. അതുകൊണ്ട് എല്ലാ പ്രമേഹ രോഗികളും ഹൃദ്രോഗ സാധ്യത പരിശോധിച്ച് പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് ഭാവിയിലെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുക തന്നെ വേണം.